ജോലി കഴിഞ്ഞ് വന്നിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. വന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നിട്ട് ഞാൻ വിചാരിച്ചെന്നാൽ ഒരു വീഡിയോ ചെയ്യാമെന്ന്. കാരണം എനിക്ക് ഇന്നൊരു പാഴ്സൽ വന്നിട്ടുണ്ട് ഷീനിയിൽ നിന്ന് കേട്ടോ. ഞാൻ ഓഫീസിലോട്ടാണ് സാധാരണ ഓർഡർ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ആ സമയത്ത് ആരും കാണത്തില്ല. പാക്കേജ് മിസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അവരെ വിളിക്കണം, അവർ പിന്നെ ഡെലിവറി ചെയ്യണം, അഡ്രസ്സ് ആണെങ്കിൽ മാറ്റാനും പറ്റത്തില്ല അതിനകത്ത്. അപ്പോൾ അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ആ സമയത്ത് ആരും കാണത്തില്ലല്ലോ വീട്ടിൽ. അപ്പോൾ അത് കാരണം ഞാൻ എപ്പോഴും അങ്ങോട്ടാണ് ഓർഡർ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ഫോൺ വാങ്ങിച്ചു എന്നല്ല, എൻ്റെ ഫോൺ ചേഞ്ച് ചെയ്തപ്പം എനിക്കതിന് ആ സ്റ്റോറിൽ നിന്ന് എനിക്കൊരു കവർ തന്നായിരുന്നു. ആ കവർ പക്ഷേ ഇച്ചിരി തടിയനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതൊരു ക്ലിയർ കവറായിരുന്നു, പക്ഷെ എന്നാലും അതിന് ഭയങ്കര കട്ടി. എനിക്ക് അങ്ങനത്തേത് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഇതിന് മുന്നത്തെ എൻ്റെ ഫോണിൽ, അതായത് ഇപ്പോൾ ഉള്ള, അതെൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഞാൻ ആ ഫോണിന് യൂസ് ചെയ്തിരുന്ന കവർ ഷീനി എന്നുള്ളതായിരുന്നു കേട്ടോ. സാധാരണ ഷീനിൽ നിന്ന് വാങ്ങിക്കുന്ന പ്രോഡക്ട്സിന് അത്ര ക്വാളിറ്റി പോരാന്നൊക്കെ ആൾക്കാർ പറയുന്നത് കേൾക്കാം. പക്ഷേ എൻ്റെ ആ കവർ ഭയങ്കര നല്ലതായിരുന്നു. അപ്പോൾ ഞാൻ ആ സെയിം ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നോക്കിയത്. പക്ഷെ നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗ്രീൻ കളർ കവറായിരുന്നു കേട്ടോ. എനിക്ക് ഈ ഡാർക്ക് ഗ്രീൻ കവർ ആരോ യൂസ് ചെയ്ത് കണ്ടിട്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഞാൻ അങ്ങനത്തെ ഒരെണ്ണം വാങ്ങിച്ചു. അത് വാങ്ങിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ഇനി ആ കവർ പോയാൽ എന്നെ ചെയ്യും? ഞാൻ ഓൾറെഡി അത്രയും സാധനം ഓർഡർ ചെയ്ത് വരുത്തുന്നതല്ലേ, അപ്പം ഞാൻ ഒരു കവറൂടെ വാങ്ങിക്കാമെന്ന് വെച്ചു. അങ്ങനെ ഒരു കവർ വാങ്ങിച്ചു. ആ കവറും വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ എനിവേ പ്രോഡക്റ്റ്സ് വരുന്നതല്ലേ, അപ്പം ഞാൻ വിചാരിച്ചു 1-2 സാധനങ്ങളോട് വാങ്ങിക്കാമെന്ന്. ഒത്തിരി ഒന്നുമില്ല, ജസ്റ്റ് 1-2 സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ അതൊന്ന് കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി ആ ഫോണിൻ്റെ കവറ് പൊട്ടിച്ച് നോക്കിയായിരുന്നു ഓഫീസിൽ നിന്ന്. കാരണം ഞാൻ ഓർഡർ ചെയ്ത് ആ സെയിം കളർ തന്നെയാണോ എനിക്ക് കിട്ടിയതെന്നൊന്ന് നോക്കണമായിരുന്നു. അപ്പോൾ അതാണെന്ന് കണ്ടപ്പോൾ ഞാൻ തിരിച്ചു വെച്ചു. എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് ജസ്റ്റ് ഞാൻ ആ പാക്കേജൊക്കെ ഒന്ന് അഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇങ്ങനത്തെ ഒരു മെയിൻ കവറിനകത്താണ് ഇത് വന്നത്. അതിനകത്ത് ഇതുപോലെ ഒരു കവറൂടെ ഉണ്ട്. അപ്പോൾ സാധനങ്ങളെല്ലാം ഈ കവറിനകത്താക്കിയിട്ടാണ് തന്നിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ലേബൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് റിട്ടേൺ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അവർ എഴുതിയിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയാണ് റിട്ടേൺ ചെയ്യേണ്ടതെന്ന്. പിന്നെ ഈ സൈഡിൽ നമ്മൾ ഓർഡർ ചെയ്ത പ്രോഡക്ട്സിൻ്റെ ലിസ്റ്റും കാര്യങ്ങളും. ഞാനിത് കണ്ടോ, കുറച്ച് പ്രോഡക്ട്സേ ഓർഡർ ചെയ്തിട്ടുള്ളൂ. ഞാൻ ആവശ്യമില്ലാതെ പ്രോഡക്ട്സ് ഓർഡർ ചെയ്യാറില്ല. അതിപ്പം $1 ഉള്ളൂ, $2 ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അനാവശ്യമായിട്ട് ഓർഡർ ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട്. കാരണം എല്ലാം കൂടെ നമ്മൾ കൂട്ടി വെക്കും, എന്നിട്ട് അത് യൂസ് ചെയ്യത്തില്ല. അപ്പം അങ്ങനെ ഉപയോഗിക്കുന്നത് എനിക്കും ചാമസിനും ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടമില്ല. അപ്പം ഞങ്ങൾ അത് കാരണം അങ്ങനെ അനാവശ്യമായിട്ടൊന്നും വാങ്ങാറില്ല. അപ്പം ഞാൻ ഈ പറഞ്ഞ, അല്ലെങ്കിൽ ഇത്രയും ഹൈപ്പ് തന്ന ഫോൺ കവർ ഇതാണ്, ഗ്രീൻ കളറ്. ഈ വീഡിയോക്കകത്ത് കാണുമ്പോൾ എത്രമാത്രം ഗ്രീൻ ആയിട്ട് കാണുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇത് ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ. ഇതാണ് ആദ്യത്തെ കവറ്. ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. അത്ര സ്റ്റഡി ഒന്നുമല്ല, പക്ഷെ അത്ര മോശമല്ല കവർ. ഞാൻ ഫോൺ ഇങ്ങനെ റഫ്യൂസ് ചെയ്യത്തില്ലാത്ത ആളായതുകൊണ്ട് എനിക്കിത് മതിയാവും. രണ്ടാമത്തെ പ്രോഡക്റ്റ് ആണ് ഇത്. 2 എണ്ണം ഉണ്ട് കേട്ടോ. ഇത് കപ്പിൾ ഫോൺ കവർ അങ്ങനെ എന്തോ ആണ് അതിനകത്ത് ഞാൻ കണ്ടത് കേട്ടോ. ഇത് രണ്ടും കൂടെ ഒരുമിച്ചാണ് വന്നത്. ഫസ്റ്റത്തേത് വി ഹാവ് ഒരു മൂണിൻ്റെ ഷേപ്പുള്ള ഫോൺ കവറാണ് കേട്ടോ. പിന്നെ ഉള്ളത് സണ്ണ്. അപ്പം മൂണും സണ്ണും അങ്ങനെ കപ്പിൾസ് കവർ അങ്ങനെ എന്തോ ആണ്. എനിക്കിപ്പോൾ കണ്ടു കഴിഞ്ഞപ്പം ഞാൻ വേണമെന്ന് വെച്ച് ഓർഡർ ചെയ്ത ഗ്രീൻ കവറിനെക്കാട്ടിലും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ വൈറ്റ് കവറാണ്. പക്ഷെ രണ്ടും എനിക്കാണല്ലോ, യൂസ് ചെയ്യാം, മാറി ഉപയോഗിക്കാം അങ്ങനെ. പിന്നെ നെക്സ്റ്റ് ഐറ്റം ഈ ഫോണല്ലല്ലോ, വാച്ചിൻ്റെ സ്ട്രാപ്പ്. എൻ്റെ വാച്ചിൻ്റെ സ്ട്രാപ്പ് ഇത് ഞാൻ അഴിച്ചു വെച്ചിരിക്കുന്നത്. ഈ ബ്ലാക്ക് കളറാണ് എൻ്റെ വാച്ചിൻ്റെ സ്ട്രാപ്പ്. അത് വാങ്ങിച്ച സമയത്ത് തന്നെ ആപ്പിളിൽ നിന്ന് കിട്ടിയ സ്ട്രാപ്പാണ് ഞാൻ ഇത്രയും നാളും യൂസ് ചെയ്തിരുന്നത്. അപ്പം എനിക്ക് കുറച്ച് കളർ ചേഞ്ച് വേണമെന്ന് തോന്നി. പക്ഷെ എന്നാൽ എനിക്ക് അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്ട്രാഫ് വേണമെന്നുമില്ലായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ഷീനിൽ എന്തോ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പം സ്ക്രോൾ ചെയ്ത് പോയപ്പോഴത്തേനും ഞാൻ കണ്ട കുറച്ച് ഈ വാച്ചിൻ്റെ സാധനങ്ങൾ ഞാൻ കാർട്ടിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇത് വാങ്ങിച്ചപ്പോൾ അതും കൂടെ അങ്ങ് വാങ്ങിച്ചു. 5 കളറ് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഒരു പ്രോഡക്റ്റാണ്, അതിനകത്ത് 5 സ്ട്രാപ്പ് ഉണ്ടായിരുന്നു. ആദ്യത്തേത് ഈ ഒരു ക്രീം കളറാണ് കേട്ടോ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനിത് നല്ലപോലെ യൂസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇത്രയും നാളും ബ്ലാക്ക് അല്ലേ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിങ്ങനെ ഇരിക്കും. ഓക്കെ, പിന്നെ ഉള്ളത് ഈ ഒരു ക്യാമൽ കളർ അല്ലേ, അതോ ക്യാരമൽ കളറോ, എനിവേ ഇതാണ്
എനിക്ക് ഈ കളറും ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു പിങ്കിഷ് കളറാണ്. ഇത് ഞാൻ അത്ര യൂസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഇടയ്ക്കിടയ്ക്ക് മാറി മാറി ഉപയോഗിക്കാമല്ലോ നമുക്ക്. പിന്നെ ബ്ലാക്ക് ഉണ്ട്. ബ്ലാക്ക് എനിക്ക് വേണ്ടായിരുന്നു, പക്ഷേ ഇത് കുറച്ചുകൂടി ജെറ്റ് ബ്ലാക്ക് ആട്ടോ. എനിക്ക് ഓൾറെഡി ഉള്ള ബ്ലാക്കിനെക്കാട്ടിലും ഡിഫറൻസ്, അത് ഞാൻ ഉപയോഗിച്ച് ഇങ്ങനെ ആയതാ, പക്ഷെ സ്റ്റിൽ ഒരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഗ്രീൻ കളർ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു ബുഷാണ്. ഞാൻ ഇതിൻ്റെ പല കളേഴ്സ് ഇതിന് മുന്നേ ഷീനിന്നാണോ ടീമൂന്നാണോ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഇത് കുറച്ച് ലാസ്റ്റ് ചെയ്യും, നന്നായിട്ട് എൻ്റെ മുടിയാണെങ്കിൽ നല്ല ഒതുങ്ങി നല്ല പോലെ ഇരുന്നുള്ളൂ. അപ്പം ഞാൻ അത് ഒരു 5 എണ്ണം, ബ്ലാക്ക് തന്നെയാണ്, അതിൻ്റെ 5 എണ്ണത്തിൻ്റെ പാക്കറ്റ് വാങ്ങി കേട്ടോ. ലാസ്റ്റ് വന്നിട്ട് ഈ ഒരു ഹെയർ ബാൻഡാണ്. എനിക്ക് ഈ സെയിം ഉണ്ടായിരുന്നു കേട്ടോ. ഈ പല്ലില്ല, പക്ഷെ ഈ സെയിം കുറച്ചുകൂടി വീതിയുള്ള ഒരു ബാൻഡ് എനിക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു. ഞാനത് ഒത്തിരി യൂസ് ചെയ്യുമായിരുന്നു, പക്ഷെ അത് പോയി. അപ്പം ഞാൻ എന്താണേലും ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്യുമല്ലേ, അപ്പം പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ അതും കൂടെ വാങ്ങിച്ചേക്കാന്ന്. ഇത് നല്ലതാ. ഇത് നമ്മുടെ തലമുടി ഇങ്ങനെ അഴിഞ്ഞു പോരാതെ ഇതുണ്ടോ അങ്ങനെ ഇരിക്കും, ആ പല്ലുള്ളതും ഉണ്ട്. അപ്പം അത്രേ ഉള്ളൂ കേട്ടോ. ഇത്ര സാധനങ്ങളെ ഞാൻ വാങ്ങിച്ചുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.